തവനൂരിൽ കെ.ടി. ജലീലിനെ മാറ്റി CPM പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചേക്കുമെന്ന വിവരം വരുന്നു. കാരാട്ട് റസാക്കിന് കൊടുവള്ളി സീറ്റ് നൽകില്ല. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോന് സീറ്റ് നൽകുന്നതിൽ അന്തിമ ധാരണയുമായിട്ടില്ല. ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന് അറിയുന്നു. കേരള കോൺഗ്രസ് ബി, INL, കോൺഗ്രസ് എസ് എന്നിവർക്ക് സിറ്റിംഗ് സീറ്റുകൾ നൽകും എന്ന വിവരം കൂടി വരികയാണ്. എന്തായിരിക്കാം അങ്ങനെ CPM-നും LDF-നും മുന്നിലുള്ള പുതുനീക്കങ്ങൾ, പുതിയ മുഖങ്ങളെയൊക്കെ തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാനാണ് സാധ്യത എന്ന് കൂടി വിലയിരുത്താം. പ്രമേഷ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും എന്നോടൊപ്പമുണ്ട്. പ്രമേഷ് ഏട്ടാ, നേരത്തെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ CPM-നും നിലവിലെ സിറ്റിംഗ് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം, പിന്നെ ഘടകകക്ഷികൾക്ക് നൽകിയ സിംഗിൾ സീറ്റ് ഉൾപ്പെടെ അത് നിലനിർത്തുക എന്നതുകൂടി LDF-ന്റെ ഒരു ബാധ്യതയാണ്. പ്രത്യേകിച്ച് CPM-ന്റെ മുന്നിലുള്ള ഒരു നീക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ എടുത്ത് പറയുമ്പോൾ പഴയ സ്ട്രാറ്റജി അല്ലെങ്കിൽ പഴയ നിബന്ധനകളൊക്കെ CPM മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കെ.ടി. ജലീലിൻ്റെ തവനൂർ മണ്ഡലം തന്നെ അറിയാം. 2-3-4 തവണയായി തവനൂരിൽ ഇങ്ങനെ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കെ.ടി. ജലീലിനെ അടക്കം ഒരു പക്ഷേ അവിടെ ഒരു മാറ്റം വരുന്നു. കാരാട്ട് റസാക്ക് നമുക്കറിയാം, നേരത്തെയും അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ മുനീറിനോട് മത്സരിച്ച് തോറ്റു. അങ്ങനെ പലരെയും മാറ്റി നിർത്തി ഒരു പരീക്ഷണത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കാം CPM-ന്റെ മുന്നിലുള്ള ഒരു വിശാലമായ ഒരു തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്കൊന്നും പാർട്ടികൾ കടന്നിട്ടില്ല. എങ്കിലും ഇപ്പോഴേ ചിന്തിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളാണ്. പ്രതീക്ഷ പറഞ്ഞതുപോലെ ശരി. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോസസ്സിലേക്ക് ശരിക്കും ഔപചാരികമായ ചർച്ചകളിലേക്കൊന്നും CPM കടന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. അത് തന്നെ ഈ 5 സംസ്ഥാനം, കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയൊക്കെയാണ് ആ കേന്ദ്ര കമ്മിറ്റി ചേരുന്നത്. കേന്ദ്ര കമ്മിറ്റി ഒരുപക്ഷെ ഇതിനൊരു ബ്രോഡറായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബ്രോഡറായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമേ എപ്പോഴും പാർട്ടിയുടെ CC ഒക്കെ തയ്യാറാവുകയുള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കൂടുതലായും സംസ്ഥാന തലത്തിൽ തന്നെ, അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിൽ അവരുടെ പ്രോസസ്സ് ഉണ്ടല്ലോ. ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി ചേരണം, മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം ജില്ലാ കമ്മിറ്റി പരിഗണിക്കും, അങ്ങനെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആലോചനകൾ പല തലത്തിലുണ്ടാവും. ആ ആലോചനകളുടെ ഭാഗമായിട്ടുള്ള പല വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളായിട്ടൊക്കെ. ഘടകകക്ഷികളുടെ കാര്യത്തിൽ എന്താണ്? കാരണം ഇപ്പോൾ പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ള അത് വീണ്ടും ആ രീതിയിൽ തന്നെ, കാരണം ഘടകകക്ഷികളാണ് ആലോചിക്കേണ്ടെങ്കിൽ തീരുമാനത്തിൽ ഇപ്പോൾ LDF-ൽ ഒരു പൊതു ചർച്ചകൾ വരുമല്ലോ. പിന്നീട് കോൺഗ്രസ് എസ് കടന്നപ്പള്ളി വീണ്ടും മത്സരിക്കണമെന്നൊരു വികാരം വരികയാണ്. അപ്പോൾ ഈ വിജയസാധ്യതകൾ, മണ്ഡലത്തിലെ പരിചയം, നേരത്തെ CPM-ൽ തന്നെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ 2 ടൈം എന്നുള്ളത് മാറ്റിവെച്ച് പരിചയസമ്പന്ന ആളുകളെ വീണ്ടും മത്സരിപ്പിക്കുന്നത് എന്ന നിലയിലേക്ക് വരുമ്പോൾ ഘടകകക്ഷികൾക്ക് മുന്നിലും അങ്ങനെ ഒരു ഫോർമുല വരികയാണോ? ഇപ്പോൾ CPM-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ME ഗോവിന്ദൻ മാസ്റ്റർ, ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഭരണ തുടർച്ചയാണ് പ്രധാനം എന്നാണ് അവരുടെ എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം, അതുപോലെ തന്നെ മുന്നണി വിപുലീകരണം, മുന്നണിയിലെ ഘടകകക്ഷികളുടെ സമീപനം, എല്ലാത്തിലും ഈ ഒരു സമീപനത്തിനായിരിക്കും പ്രാധാന്യം. ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം എല്ലാ ഘടകകക്ഷികളെയും പരിഗണിച്ചിരുന്നു മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇപ്പോഴത്തെ RJD മാത്രമാണ് മാത്രമല്ല, അത് വേറൊരു ഫോർമുലയായിരുന്നു. ആ 2 ജനതാദൾ ഫാക്ഷൻസ് കൂടെ ഒന്നാവണമെന്നൊക്കെയുള്ള ചില നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഫാക്ഷന്, ജനതാദൾ വിഭാഗത്തിന് അല്ലെങ്കിൽ JDS-ന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത്. പക്ഷേ കഴിഞ്ഞ തവണ ഒരു ഏകാംഗ പാർട്ടിക്ക് വരെ, കെ പി ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക്, കോൺഗ്രസ് എസ് കടന്നപ്പള്ളിക്ക് വരെ മന്ത്രിസ്ഥാനം നൽകുന്ന ഫോർമുല കഴിഞ്ഞവണ്ണം ഉണ്ടാക്കിയിരുന്നു. ഇത്തവണയും എനിക്ക് തോന്നുന്നത് ഓരോ വോട്ടും പ്രധാനം എന്ന നിലയിൽ തന്നെ ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മുന്നണി ഘടകകക്ഷികളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സമീപനമായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. അതിനകത്ത് പ്രശ്നം വന്നത് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ ആന്റണി രാജു മത്സരിക്കേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആ കേസ്, അവിടെ കേരള കോൺഗ്രസ് ജോസ് ഒരു ക്ലെയിം വെച്ചതായി ഇങ്ങനെ ഔദ്യോഗികമല്ലെങ്കിൽ ചില സൂചനകൾ ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് വിഭാഗത്തിന് പ്രവർത്തകരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ആ സീറ്റ് അവർ ക്ലെയിം ഉന്നയിക്കുന്നൊക്കെ പറഞ്ഞ ചില സ്ഥാനാർത്ഥി മോഹികളൊക്കെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ചില സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം സാധ്യമാവുമെന്ന് അറിയത്തില്ല. സ്വാഭാവികമായിട്ടും ആ സീറ്റ് CPM ഏറ്റെടുക്കാനാണ് സാധ്യത. പിന്നീട് അവർക്ക് കൊടുക്കാൻ മറ്റൊരു സീറ്റ് ഇല്ല എന്ന പ്രശ്നമുണ്ട്. പിന്നെ അവരുടെ ഒരു നേതാവുള്ള, അവരുടെ ചെയർമാനായ ശ്രീ ഡോക്ടർ കെ സി ജോസഫ് ഉള്ള കുട്ടനാടാണ്. അപ്പോൾ കുട്ടനാട് പക്ഷേ NCP മത്സരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സീറ്റും അവർക്ക് കൊടുക്കാനില്ല. ഇനി ഏതെങ്കിലും സീറ്റിൽ അവരുടെ ആരെങ്കിലും പരിഗണിക്കുമെന്നും അറിയില്ല. പക്ഷെ പൊതുവെയുള്ള നയം എന്ന് പറയുന്നത് അവരുടെ എല്ലാ ഘടകകക്ഷികളെയും ജലീലിനെ മാറ്റി നിർത്തുമോ? എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തവണ ഓരോ സീറ്റും
ഇപ്പോൾ 110 സീറ്റൊക്കെയാണ് ലക്ഷ്യം എന്ന് പറയുന്നെങ്കിലും അത് എത്രമാത്രം പ്രയാസകരമാണെന്നൊക്കെ ശരിക്കും ഇടതുമുന്നണിക്കും CPM അറിയാം. അപ്പോൾ ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തുള്ള സീറ്റുകൾ നിലനിർത്തണം. അതോടൊപ്പം തന്നെ വലിയ മത്സരം സാധ്യതയുള്ള സീറ്റുകളിൽ തന്നെ കടുത്ത മത്സരത്തിന് പ്രാപ്തമാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തണം. കോൺഗ്രസിന് കൈവശമുള്ള സീറ്റുകൾ പോലും പിടിച്ചെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഫൈറ്റ് നൽകണമെന്നൊക്കെയുള്ള ഒരു ആലോചന LDF-ലും CPM-ലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം പല സീറ്റുകളിലും പുതിയ സ്ഥാനാർത്ഥികളെ നവാഗതരെ ഒക്കെ പുതുമുഖങ്ങളെ പരീക്ഷിച്ചിരുന്നു. അത് ശരിക്കും ഒരു ധീരമായ പരീക്ഷണമായിരുന്നു. 2 ടേം എന്നുള്ള വ്യവസ്ഥ കൃത്യമായി നടപ്പാക്കി. ഇപ്പോൾ അങ്ങനെ ഒരു ധീരത അങ്ങനെ പരീക്ഷിക്കാൻ പറ്റിയ സമയമല്ല. നേരത്തെ പറഞ്ഞ പോലെ CPM ജനറൽ സെക്രട്ടറിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പും ഓരോ സാഹചര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭരണ തുടർച്ച ഉറപ്പാക്കാനാണ്. അതിന് കഴിയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തും. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ മാറി നിന്ന പലരും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തീർച്ചയായും അപ്പോൾ കാത്തിരിക്കാം. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ചില സൂചനകൾ ലഭ്യമാകുന്നത്. ചില പരീക്ഷണങ്ങൾ എന്തായാലും എല്ലാ മുന്നണികളുടെ ഭാഗത്തും എന്ന പോലെ തന്നെ CPM-ലും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ.